നമസ്കാരം. ഉപരാഷ്ട്രപതിയെ പ്രതിപക്ഷ പാർട്ടികൾ അധിക്ഷേപിച്ചതിന് തൊട്ടു പിന്നാലെ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖറിനെ ഫോണിൽ വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20 വർഷമായി താനും ഇത്തരത്തിലുള്ള അപമാനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു തുറന്നു പറച്ചിൽ കൂടി മോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ പോലെയുള്ള ഒരു ഭരണഘടനാ സ്ഥാനത്തിന് നേരെ ഇത് സംഭവിച്ചത് വളരെ ദൗർഭാഗ്യകരമാണ് എന്നുകൂടി മോദി പറയുന്നുണ്ട്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജഗദീപ് ധൻഖറിനെ ഫോണിൽ വിളിച്ചു വരുന്നു. എംപിമാരുടെ നികൃഷ്ടമായ ഈ പെരുമാറ്റത്തിൽ വലിയ വേദന തനിക്കുണ്ട് എന്ന് മോദി പറയുകയും ചെയ്തു എന്ന് ജഗദീപ് ധൻഖർ തന്നെ അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതിയെ തൃണമൂൽ കോൺഗ്രസിന്റെ MP ആയ കല്യാൺ ബാനർജി മിമിക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വികലമായി അനുകരിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രതിഷേധം അറിയിച്ചത്. എന്തായാലും അപഹാസ്യമായ രീതിയിലുള്ള കല്യാൺ ബാനർജിയുടെ ഈ ഒരു അനുകരണം കോൺഗ്രസിന്റെ നേതാക്കളായ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഉൾപ്പെടെയുള്ള ആളുകൾ ഫോണിൽ പകർത്തുന്നുമുണ്ടായിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത് കണ്ട് ചിരിച്ചതും പ്രോത്സാഹിപ്പിച്ചതും ഒക്കെ വലിയ രാഷ്ട്രീയ തിരിച്ചടി തന്നെ കോൺഗ്രസിന് സമ്മാനിക്കുന്നുമുണ്ട്. അതേസമയം തന്നെ ജഗദീപ് ധൻഖർ പറയുന്ന ഒരു കാര്യമുണ്ട്. ചിലരുടെ കോമാളിത്തരങ്ങൾക്ക് എന്നെ വഴിമാറ്റാനാകില്ല എന്ന ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. മാത്രമല്ല, വളരെ വിശുദ്ധമായ പാർലമെന്റ് സമുച്ചയത്തിൽ വെച്ചുണ്ടായ അധിക്ഷേപം രാജ്യത്തിന് തന്നെ നാണക്കേടാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അവർ അധിക്ഷേപിച്ചത് തന്നെയല്ല, മറിച്ച് താൻ വരുന്ന ഒരു കർഷക സമൂഹത്തിൽ നിന്നാണ്, ആ സമൂഹത്തെയാണ് അവർ അപമാനിച്ചിരിക്കുന്നത് എന്നുകൂടി ജഗദീപ് ധൻഖർ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ആ മൂല്യങ്ങളോട് ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. അതുകൊണ്ട് തന്നെ ഒരു അപമാനത്തിനും എന്നെ പിന്നോട്ടടിക്കാൻ സാധിക്കില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും അപ്രതീക്ഷിതമായി ലോക്സഭയുടെ പുറത്തുണ്ടായ ഈ ഒരു അനുകരണം അത് വലിയ രീതിയിലുള്ള വിമർശനം തന്നെ വഴിവെച്ചിട്ടുണ്ട്. ഇന്ന് BJPയുടെ MPമാർ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് ഇതിനെതിരെ ശക്തമായ ഒരു നടപടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഈ പുകയാക്രമണത്തിന് തൊട്ടു പിന്നാലെ അതിന്റെ പേരിൽ തുടങ്ങി വെച്ച പ്രതിഷേധങ്ങൾ ഒടുവിൽ കോൺഗ്രസിലേക്കും പ്രതിപക്ഷ പാർട്ടികളിലേക്കും തന്നെ നീളുന്ന കാഴ്ചയ്ക്ക് കൂടിയാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് VCNews മലയാളം.